അസ്സലാമലൈക്കും. മുന്നൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ് ഞമ്മക്കൊരുവിധം സുഖമാണ്. നമ്മൾ പുതിയ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു നോക്കിട്ടോ. അങ്ങനത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ എത്ര ആയില്ലേ? വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യട്ടോ. ഈ വീഡിയോ കുറേ മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. സുഖമില്ലാണ്ടാകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ്. പിന്നെ എനിക്ക് സുഖമില്ലാണ്ടായപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, എഡിറ്റ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചതാണ്. നിങ്ങളോടൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. കുറേ മുമ്പ് എടുത്ത വീഡിയോസ് ആയതുകൊണ്ട് പിന്നെ വെച്ചിട്ടാണെങ്കിൽ വീഡിയോസ് എടുക്കുന്ന കാര്യമൊക്കെ എല്ലാവർക്കും അറിയാലോ, കുറേ ബുദ്ധിമുട്ടൊക്കെ അല്ലേ. പിന്നെ അതെടുത്ത് ഡിലീറ്റ് ആക്കുക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ സഹിക്കാൻ പറ്റൂല. പിന്നെ വെച്ചിട്ടാണെങ്കിൽ ഗാലറിയിൽ വെച്ചെടുക്കാൻ പറ്റിയില്ല, സ്പേസ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആരും ഒന്നും വിചാരിക്കരുത്. അന്ന് രാവിലെ ചായ കൂട്ടാൻ പുട്ടും കടലയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പയർ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ വറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിയും മുളകും കട്ട് ചെയ്ത് വെച്ച് കിട്ടോ. ഇനി ചട്ടി അടുപ്പ് വെച്ച് ഞാൻ അതിൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കണം. പൊട്ടിയതിന് ശേഷമാണ് നമുക്ക് ഉള്ളിയും മുളകൊക്കെ ഇട്ട് കൊടുക്കുക. എണ്ണയിലിട്ട കടുക് ഒരു തലക്കുന്ന് പൊട്ടുന്നുണ്ട്, ഒരു തലക്കുന്ന് തേങ്ങ ചിരകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ആ വീഡിയോ എടുക്കട്ടെ വിചാരിച്ച് തേങ്ങൻ്റെ അടുത്തേക്ക് വന്നാട്ടോ. ഞാനല്ല കേട്ടോ തേങ്ങ ചിരകുന്നത്. തേങ്ങ കറക്കി ഇറക്കാൻ വേണ്ടി ചിരകാണ്. 5 തേങ്ങ വേണം അതിന്, ചിരകി തീരാനായിക്കിട്ടോ. അപ്പോൾ കടുക് പൊട്ടി തീർന്നിട്ട് ഇതിലേക്ക് ഉള്ളിയും മുളകും ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടി അടുപ്പിലേക്ക് പിന്നെയും പോയതാണ്. അങ്ങനെ ഉള്ളിയും മുളകൊക്കെ നല്ലോണം ചുവന്നതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്ത് കേട്ടോ. കറിവേപ്പില ഇട്ടതിന് പയറും കൂടി വട്ടച്ചെമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ ഉപ്പേരി റെഡിയായി. ഇത് കുക്കറിൽ നിന്നെടുത്ത് ഇങ്ങനെ വട്ടച്ചെമ്പിലേക്ക് ചെരിയണമെങ്കിലൊക്കെ വേറെ ആൾക്കാർ വേണം കേട്ടോ. ആണുങ്ങൾ തന്നെ വേണം, നമ്മൾ പെണ്ണുങ്ങളെ കൊണ്ടൊന്നും ആവില്ല. അടുപ്പ് ഉയരത്താണ്, പിന്നെ കുക്കറും വലിയതാണ്, വട്ടച്ചെമ്പ് ഉയരത്താണ്. അതിലൊക്കെ ചെരിയാൻ ലേശം ബുദ്ധിമുട്ടാണ്. പിന്നെ പുള്ളിയും തക്കാളിയോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വെണ്ട മുളകിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ കുക്കറിലേക്ക് നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുക്കണം. ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ടിങ്ങാനുമാണ് കേട്ടോ വിസിലടുപ്പിച്ചെടുക്കുന്നത്. എന്നാൽ വേഗം വാടി കിട്ടുമല്ലോ. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് അടി പിടിക്കുകയില്ല. എണ്ണ കുറച്ച് ഒഴിച്ചെങ്കിൽ ചിലപ്പോൾ ഉള്ളി അടി പിടിച്ചിടാകയില്ല. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടാണെങ്കിൽ വെന്തിട്ടുകയും ചെയ്യും. പിന്നെ അടി പിടിക്കുകയില്ല. ധൈര്യമായിട്ട് നമുക്ക് കുക്കറിൽ വിസിലടുപ്പിക്കാമല്ലോ. ചില സമയത്ത് അങ്ങനെ അടി പിടിക്കുകയുണ്ടോ, ചിലപ്പോൾ അടി പിടിക്കുകയൊന്നുമില്ല. വെള്ളം കുറച്ച് ഒഴിച്ചിട്ടാണെങ്കിൽ നമുക്കൊരു സമാധാനമാണ്. അങ്ങനെ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിക്കുന്നതിൽ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്, കറിവേപ്പില ഇട്ടിക്കുന്നത്. ഇനി കുറച്ച് മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇങ്ങനെ കലക്കി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പൊടിയായിട്ടിട്ടല്ല, വെള്ളത്തിൽ കലക്കി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതും കൂടിയൊക്കെ ഒന്ന് ഒഴിച്ചിട്ടാണ് കേട്ടോ കുക്കറിൽ വിസിലടുപ്പിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വെണ്ട വാട്ടിയെടുക്കാൻ. വെണ്ട കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വേറെ വട്ടച്ചെമ്പ് ഇട്ട് ഇങ്ങനെ എണ്ണ ഒഴിച്ച് ഇങ്ങനെ വാട്ടിയെടുക്കണം. എന്നിട്ട് ഈ വിസിലടുപ്പിച്ച മസാലകളെല്ലാം കൂടി അതിലേക്ക് ഒഴിച്ചെടുത്താൽ മതിയല്ലോ. ഇങ്ങനെ കുക്കറിലേക്ക് നമ്മൾ ഈ പൊടികളൊക്കെ കലക്കി ഒഴിച്ച് കൊടുത്ത് കിട്ടോ. 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ട് 4 സ്പൂണ് മുളകും പൊടി ഇട്ടിക്കുന്ന 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി കലക്കി ഒഴിച്ച് കൊടുത്താണ്. ഇനി നമ്മൾ ഈ വെണ്ട വാട്ടിയെടുക്കാൻ വേണ്ടി വട്ടച്ചെമ്പ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് ഇങ്ങനെ കടുകിട്ട് പൊട്ടിച്ചിട്ട് വേണം വെണ്ടിട്ട് വാട്ടിയെടുക്കാൻ. ഞാൻ ചിലപ്പോൾ അങ്ങനെ വാട്ടി വെക്കുകയും ചെയ്യും, ചിലപ്പം വാട്ടാണ്ടും വെക്കും കേട്ടോ. 2 രീതിയിലും വെക്കും. ഇതിപ്പോൾ കുക്കറിൽ മറ്റേ തക്കാളി ഉള്ളിയൊക്കെ വേവിച്ചെടുത്തതും കൊണ്ട് ഏതായാലും വേറെ വട്ടച്ചെമ്പിലേക്ക് മാറ്റണമല്ലോ. അന്നപ്പോൾ ഏതായാലും എണ്ണ വെച്ച് ഇങ്ങനെ കടുകിട്ട് വെണ്ടയും വാട്ടിയെടുത്തിട്ടാണ് ഒരു കൊഴുപ്പ് കുറഞ്ഞിട്ടല്ലോ വെച്ചിട്ടോ അങ്ങനെ വാട്ടിയെടുക്കുന്നത്. നമുക്ക് എങ്ങനെ വെക്കുന്നതാണോ ഇഷ്ടം, ഏതാണോ സൗകര്യം, ഏതാണോ ടേസ്റ്റ് ഉണ്ടാകുക വെച്ചാൽ അങ്ങനെയൊക്കെ നമുക്ക് വെച്ച് നോക്കാമല്ലോ. ഫുഡ് നന്നായി കിട്ടണമല്ലോ നമ്മൾ ആവശ്യം. അപ്പോൾ നല്ല വെണ്ട മുളകിട്ടൊക്കെയാണെങ്കിൽ നല്ലോണം പുളിയൊക്കെ പിഴിഞ്ഞിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണല്ലോ. അത്യാവശ്യം എരിവും പുളിയൊക്കെ ഉണ്ടായാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെണ്ട മുളകിട്ടേ. അപ്പോൾ നമ്മൾ വെണ്ടയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ പുളി ഇതാണ് കേട്ടോ കൊണ്ടുവന്നത്. ഇവിടെ ഈ പേക്ക് പുളിയാണ് വാങ്ങി. ഇത് പൊടുത്ത് ഇങ്ങനെ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് പുതിർത്തിയെടുക്കണം. കുരുല്ലാത്ത പുളിയാട്ടോ. കുറച്ച് തോനെടുത്ത് ഇങ്ങനെ ഞാൻ വെള്ളത്തിലിടുകയാണ്. എന്നിട്ട് വേണം പിഴിഞ്ഞ് ഇങ്ങനെ ചാറെടുക്കാൻ.
ഈ പുളി ഇവിടെ ഉള്ള സാധനമാണെന്ന് പറഞ്ഞിട്ട് കാര്യം കേട്ടോ. അത് കണ്ടു നോക്കുന്നതിനും പറഞ്ഞു നോക്കുന്നതിനും എൻ്റെ തൊള്ളേന്ന് വെള്ളം പൊട്ടുന്നു. ഇപ്പം മുത്തുവിന് പുളിയുള്ള പച്ചമുളക് അരച്ചതും ചോറും വേണമെന്ന് പറഞ്ഞിട്ട് പച്ചമുളകും ചെറിയുള്ളിയും പുളിയും എണ്ണയും കൂട്ടിങ്ങാൻ അരച്ചിങ്ങാൻ ചോറും കൊടുത്തിനു. ഓക്ക് തൊള്ളേന്ന് ഇങ്ങനെ വെള്ളം പൊട്ടുക, ഛർദ്ദിക്കാൻ ഇങ്ങനെ മറിക്കുകയും ചെയ്യുക. എന്നാൽ പറ്റാത്തിരി ചോറ് പോലെ തിന്ന് കിട്ടും. പറ്റാ കുറച്ച് പുളിച്ചമ്മതി ഞാൻ തിന്ന് കിട്ടും. എന്നിട്ടൊക്കെ ഇപ്പം പുളി കണ്ടൊക്കെ തൊള്ളേന്ന് വെള്ളം പൊട്ടുന്നപ്പോൾ പറയുന്നത്. അങ്ങനെ നമ്മളെ തക്കാളി ഉള്ളിയൊക്കെ ആ കുക്കറിൽ വേവിച്ച് നല്ലോണം വെന്ത് ഒടിഞ്ഞ് കിട്ടും. ഇത് വെണ്ടയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. വെണ്ടയിലേക്ക് ഒഴിക്കുന്ന വീഡിയോ ആണ് എടുക്കാണ്ടുന്നത്. കൈ ഒഴിവില്ലായിട്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ വെണ്ടയിലേക്ക് പുളി പിഴിഞ്ഞ് വയ്ക്കുകയും ചെയ്ത് കേട്ടോ. ഇനി മറ്റേ അടുപ്പത്ത് ഞാനിതാ മീൻകറി വെക്കാനുള്ള തക്കാളി ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി വെള്ളത്തിൽ കലക്കി ഞാൻ ഒന്നായിട്ട് അടുപ്പത്ത് വെച്ചാട്ടോ. വറവിട്ട് വെച്ചൊന്നല്ല, അല്ലാണ്ട് തന്നെ കലക്കി വെച്ചതാണ്. അതിലൊക്കെ കുറച്ച് തക്കാളിൻ്റെ പോരായി ഉണ്ടെന്ന് തോന്നിയിട്ട് കുറച്ചുകൂടി തക്കാളിയും കട്ട് ചെയ്തിടുകയാണ്. ഇതിലൊക്കെ ഇനി മീനിട്ടിങ്ങാൻ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് അതുകൂടി പാർന്നിക്കുകയാണെങ്കിൽ മീൻകറിയും റെഡിയായി. വൻപയർ ഉപ്പേരിയും വെണ്ട മുളകിട്ടതും മീൻ കറിയും മീൻ പൊരിച്ചു കേട്ടോ. പിന്നെ പപ്പടവും അതൊക്കെ ഉണ്ടാക്കണം. ചോറും വെച്ചില്ല കേട്ടോ, ചോറ് ലാസ്റ്റേ വെക്കുന്നുള്ളൂ. അങ്ങനെ വെണ്ടക്കറി ഇതാക്കുന്ന നല്ല സെറ്റായി വന്നിക്കുന്നു കേട്ടോ. നല്ല ടൈറ്റായ വെണ്ടക്കറിയാണ്. അധികം വെള്ളമൊന്നും പരാണ്ട് ടൈറ്റിൽ ഉണ്ടാക്കിയതാട്ടോ. ഇങ്ങനെ ചോറിനിട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് വെണ്ടക്കറി. അധികം ലൂസൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ നമ്മൾ പപ്പടം പൊരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടി. കൂടുതൽ പപ്പടമൊക്കെ പൊരിക്കാണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നായിട്ട് പൊരിച്ചെടുക്കാൻ നല്ല സുഖമാട്ടോ. വലിയ ചട്ടിയും അയക്കണം, തോനെ എണ്ണയും പാരണം. പിന്നെ ഒന്നും രണ്ടൊക്കെ നമ്മൾ പൊരയത്തെ ആവശ്യത്തിന് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒക്കൂല കേട്ടോ. എണ്ണ പിന്നെ വേസ്റ്റ് ആയി പോവില്ലേ. ഇതിപ്പോൾ ഞാൻ ഇന്ന് പൊരിക്കുന്ന എണ്ണ വെച്ചിട്ടാണെങ്കിൽ ബാക്കിയുള്ള സാധനത്തിനൊക്കെ എണ്ണ എടുക്കും, മീൻ പൊരിക്കാനും ആക്കാനും ഒക്കെ. എന്നപ്പോൾ അത് വേസ്റ്റ് ആവില്ല. നമ്മൾ കറിയൊക്കെയുള്ള മീനൊക്കെ കേകി വൃത്തിയായി കൊണ്ടുവച്ച് കിട്ടും. അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ മീനാണ്. ഇപ്പോൾ കടപ്പുറത്തുനിന്ന് മീനൊക്കെ കിട്ടിയിട്ട് കുറേ ആയി. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ചുണക്കൽ മീനില്ല ഇനിയോ, അത് ഞാൻ പൊടിപ്പിട്ട് ഞാൻ ഉണക്കി വെച്ചതും കൂടെ ഒക്കെ പൊടിഞ്ഞു പോയിട്ടോ. കല്ലുപ്പിട്ട് ഞാൻ ഉണക്കി വെച്ചില്ലെങ്കിൽ നല്ലോണം ഉറപ്പുണ്ടാകുന്നത്. മറ്റൊക്കെ പൊടിയോലായി പോയിക്കുന്നത്, പൊരിക്കാൻ എടുത്തിയില്ല. നല്ല വലിയ മത്തിയൊക്കെ ഉണ്ടായിരുന്നു ഉണക്കിയിലേക്ക്. സങ്കടമാകുകയും ചെയ്യുക കണ്ടിട്ട്. പക്ഷെ ആ പൊരിക്കാൻ തോന്നുന്നില്ല. എടുത്ത് നമ്മൾ വെള്ളത്തിട്ട് നമുക്ക് പൊടിഞ്ഞു പോകും പോലെ ആയിപ്പോയി. പിന്നെ പഴയ മീനൊക്കെ ഉണ്ടായി ഇവിടെ ഞാൻ ഉണക്കി വെച്ച്, അതൊക്കെ എടുത്ത് പൊരിച്ച് കിട്ടോ. കല്ലുപ്പിട്ട് ഇതാക്കി വെച്ചിന്. ഇങ്ങനെ നമ്മൾ കറിയിലേക്ക് മീൻ ഇട്ടിക്കുന്നത്, കുറച്ച് മീൻ ഇതാ പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് തലകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ നമുക്ക് മുളകിടാൻ വെച്ചാൽ മാറ്റി വെച്ചാണ്. പൂളൊക്കെ കൂട്ടാമല്ലോ. നമുക്കെപ്പോഴും കറി വെക്കുമ്പോൾ തലക്കറി വെച്ചിരിക്കണം, നല്ല ടേസ്റ്റ് അല്ലേ. കൊടുമ്പുളിയൊക്കെ ഇട്ട് വറ്റിച്ച തലക്കറി അടിപൊളിയല്ലേ പൂള കൂട്ടാൻ. അങ്ങനെ കാക്കാലം വെച്ച് മാറ്റി വെച്ചാൽ കേട്ടോ. പിന്നെ പൊരിക്കാനുള്ള മീൻ മസാല പരത്തി വെച്ചിട്ടുണ്ട്. പോരായ്ക്ക് ഇതിരുന്ന് 4 കഷ്ണം എടുക്കാനുണ്ട്. അതെല്ലാം കൂടി എടുത്ത് പൊരിക്കുകയും വേണം. കറിക്കിതാ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത്. ചെറിയുള്ളിയും തേങ്ങയും മാത്രമാണ് കേട്ടോ ഈ തേങ്ങയിൽ അരച്ചത്. ഇതും കൂടി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചില സമയത്ത് മീൻ കറി വെക്കുമ്പോൾ ഞാൻ വലിയ ജീരകം അരക്കും കേട്ടോ. ചിലപ്പോൾ ഞാൻ വലിയ ജീരകം അരക്കില്ല, തേങ്ങയും ചെറിയുള്ളിയും മാത്രമേ അരച്ചെടുക്കൂ. വലിയ ജീരകം അരച്ചിട്ടാണെങ്കിൽ വേറൊരു ടേസ്റ്റാണ് മീൻ കറിക്ക്. പിന്നെ ജീരകം അരച്ചില്ലെങ്കിൽ വേറൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇഷ്ടമുള്ളപ്പോഴൊക്കെ നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. പിന്നെ കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞ് വയ്ക്കില്ല കേട്ടോ. അതിനൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഞാനിൽ ഒഴിച്ച് കിട്ടും കാണാനായിട്ടാണ്. കുറച്ച് കറിവേപ്പില ഇട്ടിങ്ങനെ ചെറിയുള്ളി ഇട്ട് ഇങ്ങനെ വറവ് ചെയ്യണം. കറിവേപ്പിലയും ചെറിയുള്ളിയും കൂടി ഇട്ട് വറവ് ചെയ്തിട്ടാണെങ്കിൽ മീൻ കറിയും റെഡി ആയിട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടി അരി അടുപ്പത്തിട്ടീനു. അത് അരി ഊറ്റിയെടുക്കുകയാണ്. ഇത് ചെറിയ ചെമ്പിലൊക്കെ ആണെങ്കിൽ ഊറ്റിയെടുക്കാൻ നല്ല സുഖമാട്ടോ. കഞ്ഞിക്കാലത്തുമ്പിലൊക്കെ വെച്ച് ഊറ്റിങ്ങാൻ എടുത്താൽ മതി. ഇതിപ്പോൾ അങ്ങനത്തെ ചെമ്പ് ഇവിടെ കിട്ടൂല. എനിക്ക് 2 ഗ്ലാസ് അരി ഇട്ട് വെക്കുന്നൊരു ചെമ്പേ കിട്ടുള്ളൂ. ഞാൻ കുറേ ദിവസം ചെമ്പ് നോക്കി നടന്നീനു. പിന്നെ ഞാനിങ്ങനെ ചെറിയ വട്ടച്ചെമ്പിൽ വെച്ചിട്ട് ഓട്ടക്കോരി കൊണ്ട് കോരിയിട്ട് കൊട്ടയിലേക്ക് ഇട്ട് വാർത്തെടുക്കുക കേട്ടോ ചെയ്യുക. പിന്നെ വെള്ളം വാർന്നിട്ട് വട്ടച്ചെമ്പിലാക്കി ഇങ്ങനെ മൂടി വെച്ചാൽ മതിയല്ലോ. അങ്ങനെ ആകുമ്പോൾ ചോറ് ചൂടണിഞ്ഞുകയില്ല. എനിക്ക് ഏറ്റവും എളുപ്പം ഈ ചെമ്പിൽ ഇങ്ങനെ വാർത്ത് കുത്തുന്നതാണ്. ദിവസം ഒരു പണി തോന്നലാണ്. പിന്നെയാണ് ചോറൊക്കെ വേഗം ചൂടണിഞ്ഞുകയും ചെയ്യും. മറ്റേ അങ്ങനെ ആകുമ്പോൾ ചോറ് ചൂടണിഞ്ഞുകയില്ല, വെള്ളം നല്ലോണം വാർന്ന് കിട്ടുകയും ചെയ്യും. ഇത് ചോറിടുമ്പോൾ ഞാൻ അടിയിലൊരു പ്ലേറ്റ് വെച്ചാട്ടോ. ചില ചോറ് പിന്നെ ഒരു വെള്ളം ഒഴിച്ചെടുക്കും അടിഭാഗത്ത്. ഈ പ്ലേറ്റ് കമത്തി വെച്ചേക്കാണെങ്കിൽ അങ്ങനെ വെള്ളം ഒഴിച്ചെടുക്കൂല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കമത്തി വെക്കുന്നത്. ഈ അരിക്ക് അധികം വേവൊന്നുമില്ല കേട്ടോ. ഇത് വേഗം വേകുന്നൊരു അരിയാണ്. പിന്നെ പാലക്കാടൻ മട്ട എന്ന് പറഞ്ഞൊരു അരിയുണ്ട്. അതൊരു മണിക്കൂർ വേളുള്ള അരിയാണ്. അതും വെക്കലുണ്ട് കേട്ടോ. ആ ചോറ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ കുറുവരിൻ്റെ ചോറിനും പോലൊക്കെ തോന്നും. ചിലർക്ക് റേഷനരിൻ്റെ ചോറ് തന്നെ കിട്ടണം, അല്ലേ തിരുപ്പതി ആണെങ്കിൽ ചിലർക്ക് കുറുവരിൻ്റെ കിട്ടണം, ചിലർക്ക് പൊന്നിയരിൻ്റെ കിട്ടണം. അങ്ങനത്തെ ഒക്കെ ഓരോരോ കണക്കൊക്കെ ഉള്ളവരുണ്ടാകുമല്ലോ അല്ലേ. അതാരെയും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ, ഓരോരുത്തരെയും ശീലങ്ങളാണല്ലോ. എനിക്ക് ഇഷ്ടമുള്ള ചോറ് കുറുവരിൻ്റെ ആട്ടോ. അങ്ങനെ നമുക്ക് പൊരിക്കാനുള്ള മീനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഒക്കെ പൊരിക്കുകയാണ്. ഒരുവിധം അടുപ്പത്ത് കയറിയിരിക്കുന്നത്, ബാക്കി പൊരിക്കാനുണ്ട്.
അതൊക്കെ ആണ് കേട്ടോ മക്കളെ അന്നത്തെ വിശേഷങ്ങൾ. ഇത് നമ്മൾ മെനിയാന്ന് പൊരിച്ച പത്തിരി ഉണ്ടാക്കിനും. പൊരിച്ച പത്തിരി ഉണ്ടാക്കിയപ്പോൾ 5-6 പോരാ പരത്തി വെച്ചത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഒക്കെ വേണ്ടാത്തതിനും കൊണ്ട്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ കട്ടൻ ചാക്ക കൂട്ടാൻ വേണ്ടി പൊരിച്ചെടുത്തതാണ്. അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ വിചാരിച്ചാട്ടോ. അതൊന്നും മുറിച്ചൊന്നും നിങ്ങൾക്ക് കാണിച്ച് തന്നില്ലല്ലോ. പൊരിച്ചിങ്ങനെ വെച്ച് കണ്ട് എന്നല്ലാണ്ട് കാണിച്ചു തന്നതല്ലാണ്ട്. ഇതിപ്പോൾ ഇന്നലെ വൈകുന്നേരം കുറുമ ഉണ്ടാക്കിനു, പച്ചക്കറി കുറുമ. അതും ഈ പൊരിച്ച പത്തിരിയും കൂട്ടി കഴിക്കാമെന്നല്ലാന്നും പറഞ്ഞ് ഞാൻ പൊരിച്ചതാട്ടോ. ഞാനൊക്കെ അറിയൊന്നും കൂട്ടാണ്ട് 3 കട്ടൻ ചായയും പറഞ്ഞ് നല്ലോണം ഞാൻ പള്ളർച്ചും കുടിച്ച്. ബാക്കി 3 മക്കളോ മോനോ മുത്തും എല്ലാവരും തിന്നതാട്ടോ. പിന്നെ മോർക്കൊന്നും സുഖമില്ലാത്തത് കൊണ്ട് ആർക്കും തിന്നാനൊന്നും വേണ്ടല്ലോ. എനിക്ക് പാകത്തിൽ തല പൊന്തിയതിനെക്കൊണ്ട് പേസം വിശപ്പൊക്കെ തുടങ്ങി. ഇങ്ങനത്തെ ഒക്കെ നല്ലോണം തിന്നുകയും ചെയ്യും. ഇത് കണ്ടോ, ഇതിൽ തിരെ എണ്ണയൊന്നും കുടിച്ചില്ല കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ഉണ്ടായതിനെക്കൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അന്ന് പിന്നെ ഞങ്ങൾ പൊരിച്ചിങ്ങാൻ കൈ പിടിച്ച് അങ്ങ് പോയിക്കില്ല, വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞാനങ്ങ് മുറിച്ചൊക്കെ ഒന്ന് കാട്ടിത്തരാണ്. ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടോ നല്ല ലെയറായിട്ടൊക്കെ കിട്ടിയിട്ടോ. പിന്നെ നമ്മൾ വീഡിയോ കണ്ടിട്ട് പൊരിച്ച പത്തിരി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തോലൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ പത്തിരി ഉണ്ടാക്കിയൊന്ന് പത്തിരി ഉണ്ടാക്കിക്കുന്നെങ്കിൽ വിവരങ്ങളൊക്കെ പറയാട്ടോ. നന്നാക്കിയെങ്കിൽ നന്നാക്കിയെന്നോ അല്ലെങ്കിൽ ഇല്ലയെന്നൊക്കെ പറയാണ്ട് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാമല്ലോ. പിന്നെ അത് പൊരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല അതിനു. പിന്നെ നല്ലോണം തീ കൂട്ടി വെക്കണം കേട്ടോ. നല്ല തീ വേണം പൊരിച്ചെടുക്കുന്നത് വരെ. എന്നാലേ എണ്ണ കുടിക്കാണ്ടും പൊട്ടാണ്ടൊക്കെ നമുക്ക് കിട്ടും. പിന്നെ അത്യാവശ്യം കട്ടിയിലും ഉണ്ടാക്കുക കേട്ടോ, നൈസായി പോയരുത്. അങ്ങനെ ആ പൊരിച്ചാത്തിൽ നന്നായി കിട്ടും. ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുകൊണ്ട് നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കിട്ടും നമ്മളെ സബ്സ്ക്രൈബർ. അതൊക്കെ ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടു. ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് കിണ്ണത്തപ്പം. ഇവിടെ വന്നതിന് ശേഷം ഉണ്ടാക്കിയില്ല എന്നല്ലാണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തിയിട്ടോ.